ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. ഒരു 4 മണി പലഹാരം. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു 7-8 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, വട്ടത്തിലരിഞ്ഞത്, അത് നമുക്ക് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വെളുത്തുള്ളി 4 എണ്ണം, പിന്നെ പച്ചമുളക് ഒരെണ്ണം, വലിയൊരു പച്ചമുളക്, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ചതയ്ക്കണം. പിന്നെ വേണ്ടുന്നത് 2.5 കപ്പ് വടപ്പരിപ്പ്. നമ്മുടെ 2.5 കപ്പ് വടപ്പരിപ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുത്തത്, 4 മണിക്കൂർ കുതിർത്തതാണ്. പിന്നെ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവസാനം ചതച്ച് ഈ പരിപ്പെല്ലാം ഇതെല്ലാം കൂടെ ചതച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാനുള്ളതാണ് ഈ മുഴുവനെയുള്ള പരിപ്പ്. അല്ലാതെ കുറച്ച് ചുവന്നുള്ളികളുണ്ട്, അത് അവസാനം ഇതെല്ലാം ചതച്ചതിന് ശേഷം ഒന്നും കൂടെ ചേർത്ത് ഇളക്കാനുള്ളതാണ്. കായപ്പൊടിയും ചേർക്കണം, കായപ്പൊടി. പിന്നെ ഉപ്പും അവസാനം. ഇതിലേക്ക് കറിവേപ്പില, കൊച്ചായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, ചുവന്നത് കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക്, വെളുത്തുള്ളി. പിന്നെ നമുക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് കുതിർത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് ചതയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നാലും നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്കിത് ചതയ്ക്കാം. അന്നേരം ചതച്ച് വെച്ച ചേരുവ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഒരു 1/4 പരുവത്തിന് നമുക്ക് ചതച്ചെടുക്കണം. ഇനി പരിപ്പ് ഇതുപോലെ ഇനി പരിപ്പ് ഇതിലേക്ക് ഇട്ട് ചതച്ചെടുക്കാം. ഇനി പരിപ്പ് ചതയ്ക്കാം ഇല്ലയോ? പരിപ്പ് ജാറിൽ ഇട്ടോ. ഇനി നമുക്ക് പരിപ്പ് ജാറിലേക്ക് ഇടാം. കുറച്ച് പരിപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് 2ആയിട്ട് അരച്ചെടുക്കാം. അത് മൊത്തത്തിൽ ഒന്നിച്ചരയ്ക്കാൻ പാടാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് നമുക്കിതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തു ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലായിടവും ചതഞ്ഞ് കിട്ടത്തില്ല. ഒരുപാട് അരിയും വേണ്ട. അന്നേരം ഇപ്പം നമ്മൾ ചതച്ച ഈ പരിപ്പ് നേരത്തെ ചതച്ച ആ വെളുത്തുള്ളി ഇഞ്ചി കൂട്ടിലേക്ക് നമുക്കിടാം. ഇനി അന്നേരം ബാക്കിയുള്ള പരിപ്പ് കൂടി ഇതേപോലെ നമുക്ക് ചതച്ചെടുക്കാം. ഒറ്റ പ്രാവശ്യം കൊണ്ട് ഈ ഒരു പ്രാവശ്യം കൊണ്ട് കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപ്പ് കൂടി നമുക്ക് ചതച്ചെടുക്കാം. അന്നേരം നമുക്ക് ഒന്നും കൂടി ഇളക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ചതഞ്ഞെടുക്കണം. ഇനി രണ്ടാമത് ചതച്ച ഈ പരിപ്പ് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ അതിലേക്ക് ഇടാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമുക്ക് ഞെവിടിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില നമുക്കൊന്ന് ഞെവിടിയിടാം. അങ്ങനെ നല്ലൊരു ഫ്ലേവർ കിട്ടും വടയ്ക്ക്. ഇനി അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ചിരുന്ന ചതയ്ക്കാത്ത പരിപ്പ് ഇടാം. അതും കൂടെ ഒന്ന് അതിൻ്റെ കൂടെ ഇടുമ്പോഴാണ് വടയ്ക്ക് അതിൻ്റെതായ ഒരു ഭംഗി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഈ ചുവന്നുള്ളി കൂടി ഇതിൻ്റെ കൂടെ ഞെവിടണം. ചെറുതായി അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ഒരു 7-8 എണ്ണം, 7-10 ഉണ്ട്. പിന്നെ മെയിൻ ഒരു കാര്യമാണ് ഉപ്പ്. ഉപ്പില്ലെങ്കിൽ വടയ്ക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല. അന്നേരം ഉപ്പും കൂടി ഇടണം. ഇനി കായപ്പൊടി നമുക്ക് ഒരു ചെറുതായിട്ട് ഉപയോഗിക്കുമല്ലോ. ഇനി നമുക്ക് ഈ ചുവന്നുള്ളിയും കരിവേപ്പിലയും ചതയ്ക്കാതെ വെച്ചിരുന്ന ഈ വടപ്പരിപ്പും പരിപ്പും എല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഞെവിടാം. നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതിന്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഞെവിടാം. എല്ലാം നല്ലപോലെ മിക്സ് ആവണം. നല്ല മിക്സ് ആവണം എല്ലാം കൂടെ. അപ്പം നമ്മുടെ വടക്കൂട്ട് തയ്യാറായി. ഇനി നമുക്കത്
ചെറിയ ഉരുളകളാക്കി എടുത്ത് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉരുളകളാക്കി എടുത്ത് കയ്യിൽ വെച്ചതാ ഇതേപോലെ പരത്തണം. ഉരുളൻ കയ്യിൽ ആ നമ്മുടെ കയ്യിൽ നല്ല ഷേപ്പിന് പരത്തിയെടുക്കണം. ഒരു വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കണം. നല്ലപോലെ പരത്തിയെടുത്ത് ഒരു മീഡിയം തീയിലേ ഇടാവുള്ളൂ അല്ലയോ? ഇപ്പൊ നല്ല അല്ല, എണ്ണ നല്ലപോലെ തിളച്ചിട്ട് അതിനകത്തേക്ക് വട ഇടാം. എന്നിട്ട് വട ഇപ്പം ഇനി നമുക്ക് മീഡിയം തീയിലാക്കണം. കാരണം എന്ന് വെച്ചാൽ ഇനി അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് മീഡിയം തീയിലാവുമ്പോൾ അതിനകമൊക്കെ നല്ല വെന്ത് കിട്ടും. അതെ, ഇനി ഒന്നും കൂടി ഇടാം നമുക്ക്. അതെ, ഒരെണ്ണം കൂടി ഇടാം. ഇനി അടുത്ത ഉരുളയും കൂടെ നമുക്ക് ശരിയാക്കാം. ഒരു വടയും കൂടെ അതെ നമുക്കതിലേക്ക് ഇടാം. ഒന്നല്ല, എല്ലാം ശരിയാക്കി എടുക്കണം. ഇനി അടുത്തത് കൂടി നമുക്കിടാം. ഇനി നമുക്ക് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്നിൻ്റെ വെന്തിട്ടുണ്ട്. ഇത് ഒരുമാതിരി പരിവായി അങ്ങനെ മൂത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നോക്കണം. ഒരുപാട് വാങ്ങി വെക്കുമ്പോൾ നിറം മാറൂല്ലേ? അപ്പം നമ്മൾ ഇട്ട വട മൂത്തിട്ടുണ്ട്. ആദ്യം ഇട്ട 2 വട ശരിയായിട്ടുണ്ട്. ഇനി ബാക്കി കൂടി നമുക്ക് പോരാം. നല്ല കരിവേപ്പിലയുടെയും പെരിഞ്ജീരകത്തിൻ്റെയും ഒക്കെ മണം വരുന്നുണ്ട് വടയ്ക്ക്. കഴിക്കാൻ ഇപ്പം തന്നെ തോന്നുന്നു. ഇനി അടുത്തത് കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇങ്ങനെ മൂത്ത് വരുമല്ലേ? നമ്മുടെ വട ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടതാണ്. അതുകൂടെ ഒന്ന് മൂക്കട്ടെ. പരിപ്പ് ഏകദേശം മുത്തൊക്കെ വരുന്നുണ്ടല്ലേ? വട നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഇത് മീഡിയം തീയിലാ ഇടണ്ടല്ലോ? തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടാറായോ? അപ്പോൾ നമ്മുടെ വട ആയി കഴിഞ്ഞു. നമുക്കത് കോരിയെടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് അവിടെ ആയി. അപ്പം നമ്മുടെ രുചികരമായ പരിപ്പ് വട ഇവിടെ തയ്യാറായിരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് വരുന്നത്. അപ്പം അടുത്ത വിഭവമായി നമ്മൾ ഇനി ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഹൈ. എല്ലാവർക്കും ഹൈ.